ഹലോ ഹായ് ഞാനൊരു ലൈവ് പോവാന്ന് വിചാരിച്ചു കാരണം ഐ ജസ്റ്റ് വോണ്ട് ടു താങ്ക് എവ്രി വൺ. പത്രീസിന്റെ ഇനോഗ്രേഷൻ ആയിരുന്നു ഇന്നലെ. നല്ല ഭംഗിയായിട്ട് പോയി. താങ്ക് യു സോ മച്ച്. നിങ്ങൾ എല്ലാവരും വന്ന ആൾക്കാരും അനുഗ്രഹിച്ച ആൾക്കാർക്ക് എല്ലാവർക്കും താങ്ക്സ് പറയണം. പ്ലസ് എൻ്റെ ബിഗ് ബോസ് ഫാമിലി എൻ്റെ ഈ ഒരു നല്ല അവസരത്തിൽ എൻ്റെ കൂടെ നിന്നു. താങ്ക് യു സോ മച്ച് എല്ലാവർക്കും. പിന്നെ അത് കഴിഞ്ഞിട്ട് കുറേ പോസ്റ്റിൽ എല്ലാവരും ചോദിച്ചിട്ടുണ്ടായിരുന്നു പേളിയും ഷിയാസും ശ്രീനിയും ഒക്കെ എവിടെയാണെന്ന് ചോദിച്ചു. ഞാൻ എല്ലാവരെയും ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു. ഞങ്ങൾക്കൊരു ഗ്രൂപ്പുണ്ട്, നമ്മുടെ ബിഗ് ബോസ് ഗ്രൂപ്പ്. അതിനകത്ത് എല്ലാ കണ്ടസ്റ്റൻസും അതിനകത്തുണ്ട്. അപ്പോൾ ഗ്രൂപ്പിൽ ഞാൻ എല്ലാവരെയും ക്ഷണിച്ചു, പേഴ്സണലി മെസ്സേജ് അയച്ചു. പക്ഷേ പേളിക്ക് ഹൂ മൂവിയുടെ പ്രൊമോഷൻ സംബന്ധിച്ച് വരാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു. ഷീസ് ബിസി. അപ്പോൾ കൊച്ചിനിലാണ്, അവിടുന്ന് ട്രാവൽ ചെയ്യാൻ പറ്റത്തില്ല. ഹൂ മൂവിയുടെ പ്രൊമോഷൻസ് പൊയ്ക്കൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞു. പിന്നെ ശ്രീനിഷ് ഇവിടെ വോഡാഫോൺ കോമഡി സ്റ്റാർസിന്റെ ഷൂട്ടിങ്ങിന് വന്നിരുന്നു. ബട്ട് ഹി ഹാവ് ടു ഗോ ടു ചെന്നൈ. അപ്പോൾ ചെന്നൈയിൽ പോയി. അതുകൊണ്ട് ചെന്നൈ ആയതുകൊണ്ട് പുള്ളിക്കാരന് വരാൻ ബുദ്ധിമുട്ടായിരുന്നു. പിന്നെ ഷിയാസ് പറഞ്ഞു, ഷിയാസ് ഖത്തറിൽ ഒരു ഷോ ഉണ്ടായിരുന്നു 10-ാം തീയതി. അപ്പോൾ ഷിയാസിന് വരാൻ പറ്റിയില്ല. പക്ഷെ ഷിയാസ് എനിക്ക് ഇന്ന് രാവിലെ മെസ്സേജ് അയച്ചു, ട്രാൻഡത്ത് വരുമ്പോൾ ഡെഫിനറ്റ്ലി ഞാൻ വരാമെന്ന് പറഞ്ഞു. ആൻഡ് അത് കഴിഞ്ഞിട്ട് എല്ലാവരും വിഷസ് എനിക്ക് അയച്ചിട്ടുണ്ട്. ഗ്രൂപ്പിലെ എല്ലാവരും പറഞ്ഞു. ആൻഡ് ഈവൻ ശ്വേതജി എല്ലാവരും എന്നെ മെസ്സേജ് അയച്ചു. മനോജേട്ടനും വരാൻ പറ്റിയില്ല. മനോജേട്ടൻ, ഡേവിഡും അവരൊക്കെ ശ്രമിച്ചു വരാൻ വേണ്ടിയിട്ട്, പക്ഷെ പറ്റിയില്ല. ശ്വേതജിയും എന്നെ മെസ്സേജ് അയച്ചു, ഫാദറിൻ്റെ ഈ ഒരു സിറ്റുവേഷൻ ആയതുകൊണ്ട് ഒരു ഫംഗ്ഷനിലും പുള്ളിക്കാരത്തിക്ക് ഇപ്പോൾ പങ്കെടുക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു. ആൻഡ് ശ്രീലക്ഷ്മി ദുബൈയിലാണെന്ന് പറഞ്ഞു. പക്ഷെ അവരെല്ലാവരും എനിക്ക് ബെസ്റ്റ് വിഷസും എല്ലാവരും പേഴ്സണലി എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട്. സോ ഐ എം സോ ഹാപ്പി. പക്ഷെ ഒരാൾ ഇതുവരെ എന്നെ വിട്ടു പോയിട്ടില്ല കേട്ടോ. ഈ കുറങ്ങി എന്നെ വിട്ടു പോയിട്ടില്ല ഇപ്പോഴും. ഇവള് എന്നെ എന്താ പറയാ, ലീച്ചിന് എന്താ പറയുന്നത് എനിക്കറിഞ്ഞൂടാ. അയ്യോ, ലീച്ചിന് എന്താ പറയുന്നത്, ഉറിയാബാധ ഇവള് വിട്ടു പോകുന്നില്ല കേട്ടോ. അപ്പോ വളരെ ഹാപ്പിയാണ്. കാരണം നല്ല രീതിയിൽ ഇനോഗ്രേഷൻ കഴിഞ്ഞു. പത്രീസില് എൻ്റെ പാർട്ട്നേഴ്സിന് എല്ലാവരും ഭയങ്കര ഹാപ്പിയാണ്. ഞങ്ങളും ഭയങ്കര ഹാപ്പിയാണ്. അപ്പോൾ പത്രീസിൽ ഇനി ട്രാൻഡത്ത് ഉള്ള ആൾക്കാരും ട്രാൻഡത്ത് വന്നാലും എൻ്റെ റെസ്റ്റോറൻറ്റിൽ വന്ന് അവിടുത്തെ ഫുഡ് കഴിച്ച് രുചിച്ച് നിങ്ങൾ അഭിപ്രായം പറയണം. ആൻഡ് പിന്നെ ഞങ്ങളിപ്പോൾ ഇവിടെ ഇരിക്കുകയാണ്. എൻ്റെ ഹസ്ബൻഡ് വന്നിട്ടുണ്ട്. ഇറ്റ് വാസ് എ ബിഗ് ഡേ ഇന്നലെ. പിന്നെ അർച്ചന ആർമി കുറേ ആൾക്കാരും സപ്പോർട്ടേഴ്സും ഒക്കെ വന്നിരുന്നു. ആൻഡ് അവരൊക്കെ ഇവിടെ വന്നിട്ട് പത്രീസിന്റെ ഇനോഗ്രേഷനും വന്നു. പിന്നെ ഞങ്ങളൊരു ഗെറ്റ് ടുഗെദർ നിന്നു. വളരെ ഇറ്റ് വാസ് എ വെരി നൈസ് ഡേ. ഇന്നലെ ഭയങ്കര നല്ല ദിവസമായിരുന്നു. പിന്നെ ഇന്ന് രാവിലെ ഹിമയും എല്ലാവരും ഞങ്ങളൊക്കെ ടച്ചിലാണ് കേട്ടോ. നിങ്ങൾ പ്രേക്ഷകർ എല്ലാവരോടും എനിക്ക് പറയാനുള്ളത്, ഐ റിയലി അപ്രീഷിയേറ്റ്, റെസ്പെക്ട്. നിങ്ങൾക്ക് ഓരോരോ കണ്ടസ്റ്റന്റ് നിങ്ങളുടെ ഫേവറേറ്റ് ആണ്. അവരൊക്കെ ഞങ്ങൾ നല്ല ഫ്രണ്ട്സ് ആണ്. ഞങ്ങൾ ഒരു ബിഗ് ബോസ് ഗ്രൂപ്പ് ഉണ്ട്. ഞങ്ങളൊക്കെ ഡെയിലി ചാറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞങ്ങളൊക്കെ ഇങ്ങനെ തമാശയൊക്കെ പറഞ്ഞ് ചിരിക്കുന്നുണ്ട്. ഞങ്ങൾ നല്ല ബന്ധമാണ്, ഫാമിലി എല്ലാവരും. ഞങ്ങൾ അവിടുത്തെ ഫാമിലി ഇവിടെയും നല്ലതായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. സോ നിങ്ങളെല്ലാവരും കൺസേൺ ആണ് എനിക്കറിയാം. പക്ഷെ ഇങ്ങനെയുള്ള ഫംഗ്ഷനിലൊക്കെ ചിലവർക്ക് വരാൻ പറ്റിയില്ല. പക്ഷെ അവർ പറഞ്ഞു ട്രാൻഡത്ത് വരുമ്പോൾ ഡെഫിനറ്റ്ലി ദേ വിൽ കം. ആൻഡ് ദിയ, എന്തെങ്കിലും പറയാനുണ്ടോ? പ്രത്യേകിച്ച് എന്ത് പറയാൻ, അതാ എല്ലാവരുടെയും മെസ്സേജ്. ഞങ്ങൾക്ക് പേഴ്സണലി ഒരിക്കലും ഒരുപാട് മെസ്സേജ് വന്നു. പേഴ്സണലി അവർ വന്നില്ല, ഇവർ വന്നില്ല എന്നൊക്കെ ചോദിച്ചിട്ട്. ആക്ച്വലി ഓരോരുത്തർക്കും ഓരോ വർക്ക് ഉണ്ടായിരുന്നു. അത് നമ്മുടെ ഗ്രൂപ്പിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പം അവരുടെ വർക്കിനെ നമ്മൾ മാനിക്കണമല്ലോ. ഹിമ ഇന്നലെ ഒരു ഇനാഗ്രേഷൻ ഉണ്ടായിരുന്നു ഹിമയ്ക്ക് ഒരു ക്യാമ്പസിൽ. അതുപോലെ അത് നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെ ഓരോരോ തിരക്കുകൾ ഓരോരുത്തർക്കും ഉണ്ടായിരുന്നു. അതുകൊണ്ടിട്ടാണ് എത്തിപ്പെടാൻ പറ്റാത്തത്. എത്തിപ്പെടാൻ പറ്റിയവരിപ്പോ സുരേഷ് ഏട്ടൻ ആൻഡ് ആദിത്യ ബാംഗ്ലൂരിലാണ്. അപ്പോൾ അവിടുന്ന് വരാനുള്ള ഒരു ബുദ്ധിമുട്ട് കാരണമാണ്.
ആൻഡ് പക്ഷേ എത്ര പേര് നമ്മുടെ ഫാമിലി ബിഗ് ബോസ് ഫാമിലിയിലുള്ള കുറെ ആൾക്കാർ അവിടെ സമയം കണ്ടെത്തി ഇങ്ങോട്ട് വന്നു. വളരെ സന്തോഷം. ഞാൻ എക്സ്പെക്ട് ചെയ്തില്ല ഇത്ര ആൾക്കാർ. സുരേഷ് ചേട്ടനൊക്കെ വരുമെന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. സർപ്രൈസ്ഡ് ആയിരുന്നു. അനൂപ് ചേട്ടൻ, ബഷീർ, ഓ മൈ ഗോഡ്, സീരിയസ്ലി എന്റെ ഇന്നലത്തെ ഡേ വാസ് ഓസം ഡേ. നമ്മുടെ ബിഗ് ബോസിൽ ഫിനാലെ പോലെ അല്ലെ, ഫിനാലയിൽ നമ്മൾ എല്ലാരും കൂടിയത് പോലെ ആയിരുന്നു. കാരണം ഫാമിലിയെ എല്ലാവരും ഒരുമിച്ച് കണ്ടതുപോലുള്ള ഒരു ഇതായിരുന്നു. പക്ഷെ ഇവരൊക്കെ വരാത്തതിൽ വലിയ വിഷമമുണ്ട്. കാരണം പക്ഷെ പറ്റാത്തതിന്റെ സാഹചര്യ പ്രശ്നമാണ്. അപ്പൊ അതിനൊന്നും നിങ്ങളാരും ഒരു ഇതായിട്ടൊന്നും എടുക്കണ്ട. എല്ലാവരും വരും. ഇനിയും നമ്മൾ ഒരുമിക്കും. എന്തായാലും ഒരുമിക്കുന്ന ഫംഗ്ഷൻസ് ഒക്കെ ഉണ്ടാവും. തീർച്ചയായിട്ടും ഇതുപോലെ ലൈവ് വരും. നമ്മുടെ ഹോൾ ഗ്രൂപ്പ് എല്ലാവരും നിങ്ങൾ പിന്നെയും കാണും. അതുകൊണ്ടിട്ട് തന്നെ ഡോണ്ട് വെരി. ഞങ്ങൾ ബിഗ് ബോസ് ഫാമിലി ഓരോരോ കണ്ടസ്റ്റന്റും ഫാമിലി പോലെയാണ്. നമ്മൾ ഒത്തിരി മിസ് ചെയ്യുന്നുണ്ട് പരസ്പരം. പക്ഷെ അറിയാലോ, ബിഗ് ബോസ് ഷോ കഴിഞ്ഞാൽ പലർക്കും പല പ്രോജക്ട്സ് കാരണം അവർ തിരക്കില്ലായി. ഷിയാസൊക്കെ വലിയ ആളായി. ഷിയാസിനെ ഇപ്പൊ പിടിച്ചാൽ കിട്ടുന്നില്ല കേട്ടാ. ഷിയാസ് പക്ഷെ ഇന്നലെ പേഴ്സണലി മെസ്സേജ് അയച്ചു, സോറി വരാൻ പറ്റിയില്ല, പക്ഷെ വെരി സൂൺ ഹീൽ കം ഹി സെഡ്. അപ്പോ കാത്തിരിക്കുകയാണ്. ഇതേപോലെ ഒരു ഗെറ്റ് ടുഗെദർ ഞങ്ങൾക്ക് വളരെ സന്തോഷമാണ്. കാരണം പൊക്കിയെടുക്കാൻ ഞങ്ങൾ കുറെ ശ്രമിച്ചു. ആക്ച്വലി ശ്രീനി താമസിക്കുന്നിടത്ത് പോയിട്ട് ഞങ്ങൾ എല്ലാരും കൂടെ പോയിട്ട് ശ്രീനിക്ക് സർപ്രൈസ് ആയിട്ട് ചെന്ന് ഇതാക്കിയപ്പോ അവൻ പറഞ്ഞു അവന് മോർണിംഗ് ഫ്ലൈറ്റ് ആണ്, അർജന്റ് ആയിട്ട് പോണം ചെന്നൈക്ക് എന്ന് പറഞ്ഞു. ഞങ്ങൾ കുറെ ട്രൈ ചെയ്തു. കാരണം മോർണിംഗത്തെ ഫംഗ്ഷൻ എങ്കിലും അറ്റൻഡ് ചെയ്തിട്ട് വിടാന്ന് വിചാരിച്ചു. ഞങ്ങൾക്ക് ഇന്നലെ പാർട്ടി തന്നെയായിരുന്നു, ഫുൾ പാർട്ടി. ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ 100 ദിവസം കഴിഞ്ഞ് എൻജോയ് ചെയ്തൊരു ദിവസമായിരുന്നു. ഭയങ്കര ഹാപ്പി ആയിരുന്നു. ഞങ്ങളെ ഫാമിലി, എന്റെ ഫാമിലി എല്ലാം കണ്ടസ്റ്റന്റിനെ കണ്ടു. എല്ലാവരും കണ്ടസ്റ്റന്റ്മാർ എല്ലാവരും എൻ്റെ അച്ഛൻ അമ്മൻ്റെ അടുത്ത് വന്ന് സുഖാണോ ഒക്കെ ചോദിച്ചപ്പോൾ അയ്യോ എനിക്ക് തോന്നി ദൈവമേ എന്താ ഇത്. പിന്നെ അർച്ചന ആർമിയിലുള്ള ആൾക്കാരൊക്കെ ഭയങ്കര ഒരു ഗെറ്റ് ടുഗെദർ ആയിരുന്നു, ഒരു ഫാമിലി ഗെറ്റ് ടുഗെദർ ആയിരുന്നു. വളരെ എൻജോയ് ചെയ്തു. താങ്ക്സ് ടു അർച്ചന ആർമി ഇത്ര നല്ല ഒരു ഈവനിങ് എന്നെ കളർഫുൾ ആക്കി തന്നതിന്. താങ്ക്സ് എവ്രി വൺ. പിന്നെ പത്രീസിൽ വന്ന ആൾക്കാർക്ക് എല്ലാവർക്കും താങ്ക്സ് കേട്ടോ. നന്നായിട്ട് സുരേഷ് ചേട്ടനൊക്കെ പാട്ട് പാടി കണ്ടില്ലായിരുന്നോ? ഓ മൈ ഗോഡ്. ആൻഡ് സോറി, എല്ലാരും ഈ മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുന്നു. കുറെ മെസ്സേജ് ഉണ്ട്. ശ്രീനിന്റെ കാര്യം പറഞ്ഞു, ഞങ്ങള് വിളിച്ചു, വന്നില്ല. അവർക്ക് വർക്കിന്റെ കാര്യത്തിൽ തിരക്കിലാണ്. അർച്ചന ചേച്ചി ലവ് യു ലവ് യു ലവ് യു ലവ് യു ലവ് യു. വിപിൻ, മൈ ഹസ്ബൻഡ് ഈസ് ഹിയർ. അയ്യോ ഇത് ഇപ്പൊ ഇറങ്ങിപ്പോയി. എന്റെ ഹസ്ബൻഡ് ഇവിടെ ഉണ്ട്. എന്റെ ഹസ്ബൻഡും ഇപ്പൊ ബിഗ് ബോസ് ഫാമിലിയുടെ കൂടെ ഭയങ്കരമായിട്ട് നന്നായിട്ട് ജെല്ലായിട്ടുണ്ട്. സോ യുനോ ഇറ്റ്സ് ഗോയിങ് ഗുഡ്. പിന്നെന്താണ്, ആരൊക്കെയാണ്? സാബുചേട്ടൻ ഇപ്പൊ ഇറങ്ങിയിട്ടേ ഉള്ളൂ. അർജുൻ, അയ്യോ എന്റെ ബ്രദർ പോലും. അർജുൻ എന്റെ ബ്രദർ ഓഫീസിൽ നിന്ന് ഇന്നലെ തേഴ്സ്ഡേ ആയിരുന്നു. തേഴ്സ്ഡേ ആയിരുന്നു, വർക്കിംഗ് ഡേ ആണ്, ലീവ് കിട്ടില്ല. അതിന്റെ ഒരു ബുദ്ധിമുട്ട് കാരണം എന്റെ ബ്രദറിന് എത്താൻ പറ്റിയില്ല. ഷിജ്നി, ഞാൻ പറഞ്ഞില്ലേ പേളിക്ക് ഹൂ മൂവിയുടെ പ്രൊമോഷൻ കാരണം പുള്ളിക്കാരത്തി തിരക്കിലായി. ഷിയാസ് ഖത്തറിൽ ഷോയ്ക്ക് പോയിരിക്കുകയാണ്. പുള്ളിക്കാരൻ ഇപ്പോൾ നാട്ടിലില്ല. ന്യൂ വെഞ്ചർ തുടങ്ങിയേ ഉള്ളൂ ഇന്നലെ. നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കുക, സപ്പോർട്ട് ചെയ്യുക പ്ലീസ്. ആൻഡ് രഞ്ജിനി ചേച്ചി സാബുചേട്ടനൊക്കെ ഇറങ്ങിയിട്ടേ ഉള്ളൂ. ഇന്നാണ് എല്ലാരും പിരിഞ്ഞത്. അതെ, ഉള്ളൂ ഇവിടെ. ഞങ്ങളെ അല്ല, നീ മാത്രമേ ഉള്ളൂ ഇവിടെ. ഇത് പോന്നില്ല കേട്ടാ. ഇത് എന്താ പോവാത്ത? ഒഴിയാബാധ, അത് ലീച്ച് പറഞ്ഞ മറ്റേ ഇൻസെക്ട് ഇങ്ങനെ ഒട്ടിയിരിക്കത്തില്ല, അതുപോലെ. താങ്ക് യു. അപ്പം ഈ മെസ്സേജ് കമന്റ്സ് അയച്ച എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. അപ്പോൾ ഇനി ബാക്ക് ടു മൈ ഫാമിലി ലൈഫ്. വട്ടെ, എന്റെ ഹസ്ബൻഡ് അവിടെ ഇരിക്കുകയാണ്. ഞാൻ ആർമി മീറ്റിംഗ് ബുക്ക് ചെയ്തിരുന്നതാ, ബട്ട് നടന്നില്ല. ഐ എം സോ വറീഡ്. ഞാൻ അയ്യോ ഇങ്ങ് വരാത്തെന്തായിരുന്നു? അപ്പൊ മെസ്സേജ് അയച്ച എല്ലാവർക്കും താങ്ക് യു. അമ്മ പട്ടെ, ഒന്ന് പോവാൻ പറയുമോ? ഇവളുടെ അടുത്ത് ഒന്ന് പോവാൻ പറ പ്ലീസ്. ഒന്ന് പോയിട്ട് തരുവോ? ഓക്കെ ബൈ. ഞാൻ പറയാ GK, എന്റെ രമേശ് എവിടെയെന്ന്? എന്റെ രമേശ് വന്നല്ലോ ഡൽഹിയിൽ നിന്നത്. അടുത്തുണ്ട്, ഇവിടെ ഉണ്ട്. വന്നുടനെ ചോദിച്ചിരുന്നു, രമേശ് ഞാനല്ലേ നിന്റെ
രമേശ് ഞാൻ പറഞ്ഞ അതെ നിങ്ങൾ തന്നെ എന്റെ രമേശ്. ഇനി രമേശിനെ ആരും ചോദിക്കരുത്. എന്റെ രമേശ് എനിക്ക് കിട്ടി. മനോജ് ഇവിടെ ഉണ്ട്. ഓക്കെ ബൈ.